ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സന്ദീപ് എടപ്പാളിനെ ജയിലിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആഘോഷിച്ച് ഇരുന്ന കുറച്ച് പേർക്ക് നല്ലൊരു ഗുഡ് ന്യൂസായിട്ട് കുറച്ച് നന്ദി വാക്കുകൾ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്തായാലും സന്ദീപിന് എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. ഇത് വളരെ ഗൗരവമുണ്ട്. ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, യൂട്യൂബറാണ്. പേഴ്സണലായിട്ട് അവരെ എനിക്കറിയില്ല, അവരുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ചങ്ങരം പോലീസ് സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒപ്പുവെച്ച് അവിടുന്ന് നീങ്ങുന്ന സമയം മുതൽ ഷെഫീന താത്ത എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നിരുന്നു. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു തവണ ഫോൺ എടുക്കാൻ സമ്മതിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വകുപ്പും കാര്യങ്ങളും ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞു. അവരെനിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, എന്താണ് വകുപ്പ് എന്ന കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി നോക്കണം നിങ്ങൾ, രാത്രി ആ കാലുകൊണ്ട് വയ്യാത്ത ആ ഒരു സ്ത്രീ അവരുടെ കാറിൽ എനിക്ക് ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് സ്റ്റേഷൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയോടും പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അവർ പറയുന്ന എല്ലാ കാര്യത്തിനോടും യോജിപ്പില്ല കേട്ടോ. ചില കാര്യങ്ങൾക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് ചിലത് ഓക്കെയാണ് എന്നുള്ളതാണ്. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും, എന്നോടും ആളുകൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. അതുകൂടാതെ ഒരുപാട് യൂട്യൂബർമാരും ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല മേഖലകളിൽ നിന്നും എനിക്ക് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റേഷനിലോട്ട് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായിടേ എന്ന് പറഞ്ഞതുപോലെയായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടല്ലോ, നന്ദി വാക്കാണ്. ഇത് എല്ലാവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല. ആദ്യം തന്നെ ഷെഫീന ബീബിക്കാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ഫോൺ വിളിച്ച് അന്വേഷിച്ച് അവരുടേതായിട്ടുള്ള വക്കീലെയൊക്കെ വെച്ച് എന്തായാലും ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തത്. പക്ഷേ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. പല കാര്യങ്ങളുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല, എന്നാൽ എനിക്ക് അവരുടെ വീഡിയോ ഇഷ്ടവുമാണ്. പക്ഷേ ഞാൻ കേട്ടിരിക്കുകയും ചെയ്യും. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ 1-2 വാക്കുകൾ അതെടുത്ത് വിമർശിച്ച കൂട്ടത്തിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സന്ദീപിൻ്റെ അഭിപ്രായം തന്നെയാണ് അതിൽ നിന്ന് എനിക്കുള്ളത്. ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. ആ നന്ദി എന്ന് പറയുമ്പോൾ എല്ലാവരും വായിന്നും കിട്ടത്തില്ല കേട്ടോ. കാരണം പലരും നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വാങ്ങിയിട്ട് നന്ദികേട് കാണിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാർ. ആ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. സന്ദീപ് അടുത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ നന്ദിയായിട്ട് തന്നെ പറയുന്നത്. ആ നന്ദി വാക്കിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് എല്ലാവരെ കൊണ്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ നന്ദി വാക്കെന്ന് പറയുന്നത്. അപ്പോൾ ആ നന്ദി എന്താണെന്ന് സന്ദീപിൻ്റെ വായിൽ നിന്ന് തന്നെ നമ്മളത് കേൾക്കണം, അല്ലേ? സന്ദീപിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കിയതും സന്ദീപിന് വേണ്ടിയിട്ട് ആ വീഡിയോ ഇട്ട ഒരുപാട് ജനങ്ങൾ, പിന്നെ സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ ഒരുപാട് പേര്. എന്തായാലും സന്ദീപ് പറയാനുള്ളതും കൂടെ കേൾക്കാം. പിന്നെ സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. സത്യമല്ലാതെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയാറുമില്ല. പിന്നെ ഒരുപാട് വ്യക്തികളുണ്ട്, പേരുകൾ പറയാൻ കഴിയില്ല, പേരൊന്നും പറയരുത് സന്ദീപ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വക്കീലന്മാർ ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. പേരെടുത്ത് പറയുന്നത് അവർ പറഞ്ഞതുകൊണ്ടാണെന്നുള്ളതാണ്. സഹായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ കട്ടക്ക് നമ്മുടെ ഫാമിലി, കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നു, ഏട്ടുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അവനാണ് എണ്ണ അടിച്ചിട്ട് അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാം. എൻ്റെ വീട്ടിനോട് 7 മണിക്കൂറോളം റണ്ണിങ്ങാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വലിയ ദൂരം കൂടുതലാണെന്നുള്ളത്. പക്ഷേ ട്രെയിനിൽ കയറിയതൊക്കെ എളുപ്പമാണ്, അത് വേറെ കാര്യം. പക്ഷേ കാറിലാണ് നമ്മൾ പോയത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസ് അത് കള്ളക്കേസാണ്. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു മോറലിറ്റിക്കാന്നുള്ളതാണ്. കാരണം പല ആളുകളെക്കുറിച്ച് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മളാരായി, നമ്മൾ എന്തോ ആയി. പക്ഷേ ഞാൻ ആരോരും അറിയാതെ ഒരു അധോലോകമായ ആളാണ്. എനിക്ക് ഇത്രമാത്രം സപ്പോർട്ട് ഉണ്ട് എന്ന് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസുഖമുള്ള ആൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയിലും അവരുണ്ടാവും. പോലീസുകാരുടെ പെരുമാറ്റം വളരെ മനോഹരമായിരുന്നു. അവർ വളരെ മാന്യമായ രീതിയിൽ എനിക്ക് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ സന്ദീപിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ള. നല്ലൊരു സ്വഭാവമാണ്. സന്ദീപിന് വേണ്ടി സഹായമായിട്ട് വന്നവരും സഹായമായിട്ട് ചെയ്തവർ, ഇത് സാമ്പത്തികമായിട്ടല്ല കേട്ടോ. ഇതെല്ലാം ഒരു ആളാലുള്ള കുറേ ഉപകാരപ്പെടുന്ന കുറച്ച് സഹായങ്ങളാണ്. അപ്പോൾ ഇതാണ് സന്ദീപിനെ പോലെയുള്ള പല യൂട്യൂബർക്കും ആവശ്യം.
അപ്പോൾ അത് സന്ദീപിന് കിട്ടിയിട്ടുണ്ട്. അതിലൊരു നന്ദി വാക്കുണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള നന്ദി വാക്കായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപാട് സന്തോഷം. പിന്നെ സന്ദീപ് പറയുന്ന പോലെ ഈ അസുഖമുള്ളവരെല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടും, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ അവരെയും. പിന്നെ പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ള അസുഖം, മാരകമായ അസുഖമുള്ളവർ എപ്പോഴും സന്തോഷമായിട്ട് ദുഷ്ടചിന്തയോടെ അല്ലാതെ നല്ല ചിന്തയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലാതെ കഴിക്കുന്ന മരുന്നിന് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ദുഷ്ടചിന്തയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഭവിക്കുക. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പ്രബലിനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റൂമിലാണിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് ഒക്കെ സംസാരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു കുറച്ച് ചിട്ടകൾ കാര്യങ്ങളുണ്ട്. ലൈറ്റൊന്നും ഒത്തിരി സമയം ഇട്ട് വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് സന്തോഷം. മോന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രബലിനോന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഫെക്ഷൻ ആയതാണ്, കൗണ്ടും കുറവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. നൈറ്റ് മാത്രമാണ് സ്റ്റേ ചെയ്യുന്നത്. പകൽ വീട്ടിൽ ചെല്ലും ഇഞ്ചക്ഷൻ എടുത്തിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.